നമസ്കാരം. സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു മിഡിൽ ബഡ്ജറ്റ് വീടിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. കാണുന്ന പോലെ തന്നെ ഒരു കണ്ടംപററി മോഡലിൽ പണിയെഴുപ്പിച്ച ഒരു വീടാണിത്. മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ വീട്ടിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഒരു 70 രൂപ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വീടായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന മനോഹരമായ ഒരു 10-30ഓളം വീടുകൾ ഉൾപ്പെടുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഈ വില്ലയിലേക്ക് എത്തിച്ചേരുന്ന റോഡാണ്. പൂർണ്ണമായും ടാറിട്ട 5 മീറ്റർ റോഡാണ് ഈ വില്ലയിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കോമ്പൗണ്ട് വാളോട് കൂടിയ ഈ വീടിൻ്റെ മതിലിന് നമ്മൾ എൻട്രൻസിനായിട്ട് നൽകിയിരിക്കുന്നത് ഒരു സ്ലൈഡിങ് ഗേറ്റാണ്. അതും ഒരു കണ്ടംപററി മോഡലിലുള്ള ഒരു ഗേറ്റാണ് ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗേറ്റ് കടന്നാൽ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് വിശാലമായി ഇൻ്റർലോക്ക് ഇട്ട മുറ്റത്തേക്കാണ്. ഇവിടെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് നൽകിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു കാറ് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇൻ്റർലോക്ക് ഇട്ട മുറ്റത്ത് കവേർഡായ ഒരു കാർ പാർക്കിംഗ് കൂടാതെ നമുക്ക് ഒരു കാർ കൂടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ലഭ്യമാണ്. കൂടാതെ മനോഹരമായ ഒരു ഗാർഡനും വീടിൻ്റെ വലതുവശത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. ഒരു പോർട്ടബിൾ സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നമ്മൾ നൽകിയിരിക്കുന്നത് പ്ലാവിൽ തീർത്ത മനോഹരമായ ഒരു ഡബിൾ ഡോറാണ്. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ നമ്മൾ എൻ്റർ ചെയ്യുന്ന സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നൽകിയിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ ഇൻറ്റീരിയറുകൾ കൊണ്ട് ലൈറ്റിംഗ് കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ലിവിങ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ലിവിങ്ങിൽ തന്നെയാണ് നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് നൽകിയിട്ടുള്ളത്. എത്ര വലിയ TVയും നമുക്കിവിടെ മൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. സെറ്റ് ടോപ്പ് ബോക്സ്, ഹോം തിയേറ്റർ മുതലായവ വയ്ക്കുന്നതിനായിട്ടുള്ള സ്പേസ് താഴെ ഡോറോടുകൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഡൈനിങ്ങും തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെയും മനോഹരമായ ഇൻറ്റീരിയർ നൽകിയിട്ടുണ്ട്. പാർട്ടീഷൻ വാള് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റെയറും ഈ സമീപത്ത് തന്നെയാണ് വരുന്നത്. ഇൻവെർട്ടറിനുള്ള പ്രൊവിഷനും ഇവിടെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ CNC പാനലിംഗ് കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടുത്തെ ചുവരുകളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. അതിന് സമീപത്തായിട്ടാണ് ടേബിൾ ടോപ്പായിട്ട് ക്രമീകരിച്ച ഒരു വാഷ് ഏരിയ വരുന്നത്. കൂടാതെ മനോഹരമായ ഒരു എലിപ്സ് ഷേപ്പ് ഗ്ലാസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു ഓപ്പൺ കിച്ചനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കാണുന്ന പോലെ തന്നെ ഒരു ചെറിയ പാർട്ടീഷൻ വാൾ ക്രമീകരിച്ചുകൊണ്ടാണ് കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഒരു ഗ്രേ കളർ കോമ്പിനേഷനാണ് നമ്മൾ കിച്ചൻ്റെ കബോർഡ്സിനെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഒരു ഗ്ലെന്നിൻ്റെ 90 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ചിമ്മിനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ ടോപ്പാണ് ഇവിടെ നമ്മൾ നൽകിയിട്ടുള്ളത്. വാഷ് ബേസിൻ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്കിവിടെ വെള്ളത്തിൻ്റെ സൗകര്യം, അതായത് കിണറിൻ്റെയും വാട്ടർ കണക്ഷൻ്റെ വെള്ളം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പ്യൂരിഫയർ വയ്ക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട പവർ പ്ലഗുകളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇൻറ്റീരിയർ ക്രമീകരിച്ചിട്ടുണ്ട്. സ്ലാബിന് അടിയിലായിട്ട് ഗ്യാസ് വയ്ക്കാനുള്ള സൗകര്യവും കൂടാതെ സ്റ്റോറേജ് സ്പേസ് ധാരാളം ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ അറ്റാച്ചായിട്ടൊരു വർക്ക് ഏരിയ ഇവിടെ ക്രമീകരിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ അടുക്കള ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് അലക്കുന്നതിനുള്ള കല്ല്, വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള സൗകര്യം, കൂടാതെ കിണർ, ഇതെല്ലാം ഈ ഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഈ വീടിന് 3 ബെഡ്റൂമുകളാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് മുകളിലാണ്. ഇത് നമ്മൾ താഴെ ഒരുക്കിയിട്ടുള്ള ബെഡ്റൂമാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നൽകിക്കൊണ്ടാണ് ഈ റൂം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മനോഹരമായ ഇൻറ്റീരിയർ ഈ വീടിൻ്റെ സൗന്ദര്യത്തിനായിട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം അറ്റാച്ചായി തന്നെ ക്രമീകരിച്ച ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രമീകരിച്ച ഒരു ബാത്റൂമും ഈ റൂമിന് അറ്റാച്ചായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നതിനായിട്ട് ക്രമീകരിച്ചുള്ള സ്റ്റെയർ കേസാണിത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കൊത്തുപണികളൊക്കെ കൊണ്ട് മനോഹരമാക്കിയ ഒരു ഹാൻഡ് റെയിലാണ്. അതും പൂർണ്ണമായും വുഡിൽ തീർത്ത ഒരു ഹാൻഡ് റെയിലാണ് നമ്മൾ ഈ വീടിൻ്റെ സ്റ്റെയർ കേസിന് നൽകിയിരിക്കുന്നത്. ഒപ്പം മനോഹരമായ ടെക്സ്ചർ വർക്ക് കൊണ്ട് ബ്യൂട്ടിഫുള്ളാക്കിയ ഒരു ചുവരും നമ്മൾ ഈ സ്റ്റെയർ കേസിന് സമീപത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണിത്. നമുക്ക് മുകളിലത്തെ ലിവിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ബാൽക്കണി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയ ആണ് ഫസ്റ്റ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ളത്. നമുക്കൊരു വെർട്ടിക്കൽ ഫർഗോള ഗ്ലാസ് കൊണ്ട് കമ്പി കൊണ്ടുമൊക്കെ നൽകിയ ഒരു വെർട്ടിക്കൽ ഫർഗോള നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ഇൻറ്റീരിയറെല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീനും കൂടി വയ്ക്കാനുള്ള പ്രൊവിഷനും നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ്ങിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്.
ഈ വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ക്രമീകരിച്ചിട്ടുള്ള റൂമാണിത്. കാണുന്ന പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആണ്. നമുക്ക് സ്റ്റോറേജ് സ്പേസ് വളരെ ധാരാളം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ ഈ റൂം ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റൊരു ഡ്രസ്സിംഗ് ടേബിൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ റൂം നൽകിയിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റിങ്സും ഇൻറ്റീരിയർ നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. വെളിച്ചത്തിനായിട്ട് നമ്മൾ പുറത്ത് വെർട്ടിക്കൽ ഫർഗോള കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ റൂമിൻ്റെ ഇൻറ്റീരിയർ തയ്യാറാക്കിയിട്ടുള്ളത്. സ്പേഷ്യസ് ആയ റൂമാണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് എക്സ്ട്രാ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീടിൻ്റെ ഈ ഭാഗം ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് അറ്റാച്ച് തന്നെയാണ്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് എല്ലാം നൽകിക്കൊണ്ട് ക്രമീകരിച്ച വളരെ സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയാണ് ഈ റൂം. ഈ വീടിൻ്റെ കുറച്ച് പ്രത്യേകതകൾ കൂടി പറയാം. സൊമാനിയുടെ 6x2 ടൈൽസാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് കൊണ്ട് മാത്രം പൂർണ്ണമായും നിർമ്മിച്ചിട്ടുള്ള ഒരു വീട് തന്നെയാണിത്. ഹാവൽസിൻ്റെ DB, വീഗാർഡിൻ്റെ വയറ്, MCB, ELCB, കൂടാതെ പാനാസോണിക്കിൻ്റെ സ്വിച്ചസ്, കേളചന്ദ്രയുടെ പൈപ്പ്, കൂടാതെ സെറയുടെ സാനിറ്ററി വെയേഴ്സ്, അങ്ങനെ എല്ലാം കൊണ്ടും 5 വർഷം വരെ ഗ്യാരണ്ടിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഈ വീടിനെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്നും 4 കിലോമീറ്റർ മാത്രം മാറി പുളിയറക്കോണം കാവിൻപുറം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ്. ഏകദേശം 3.4 സെൻറ്റ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെയാണ്. അതും സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ വീട് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 70 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ്. ഈ വീട് വാങ്ങുവാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.